എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 21 തീയതി 5/1/2026 തിങ്കളാഴ്ച. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇന്ന് മേടക്കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വിപരീതമായ ഫലമാണ് ഉണ്ടാവുക. ചില ആപത്തുകൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പുതിയ കൂട്ടുകെട്ടുകളിൽ ചെന്നുവിടാനും ആ കൂട്ടുകെട്ട് ഭാവിയിൽ വളരെയധികം ദൂഷിത ഫലങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. ഉറ്റവരുമായി കലഹിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. സന്താനങ്ങളുടെ അഡ്മിഷൻ, അവരുടെ വിവാഹം, അതുപോലെ സ്വന്തമായി വിവാഹം അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. കമിതാക്കൾക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും വൈകുന്നേരത്തോടു കൂടി ചില പ്രതീക്ഷകൾ വരുന്നതാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ദിവസമാണ്. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ധനസഹായം തേടി വരുന്നൊരു ദിവസമായിരിക്കും. അതേപോലെ സാമ്പത്തികമായി ചിലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ദിവസമായതുകൊണ്ട് വളരെ കണക്കുകൂട്ടലോടുകൂടി തെറ്റിപ്പോണല്ലോ സാമ്പത്തികമായി ചിലവ് വരാനുള്ള സാധ്യതകളും ഒഴിവാക്കാനാവുകയില്ല. അതുകൊണ്ട് വളരെ കണക്കുകൂട്ടലോടുകൂടി മുൻപോട്ട് പോവുക. സന്താനങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുടെ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ അനുഭവിക്കേണ്ടതായി കാണുന്നു. അതുകൊണ്ടുള്ള ആശുപത്രി ചിലവുകളൊക്കെ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൃത്യമായ ഔഷധ സേവ കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ചില അസുഖങ്ങൾ പിടിപെടാനും അതിനുവേണ്ട ചികിത്സകൾ കണ്ടെത്താനുമൊക്കെ സാധ്യതയുണ്ട്. അലക്ഷ്യമായ ആരോഗ്യ ക്രമീകരണം കൊണ്ട് ചില പുതിയ അസുഖങ്ങൾ വന്നു ഭവിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജീവിത ശൈലികളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. ഗുണം ഉണ്ടാകുന്നത് സാമ്പത്തികമായിട്ടാണ്. അതേപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ചില പ്രതീക്ഷകൾ, സന്താനങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നല്ല അനുകൂലത്തിലാണ് വന്ന് ഭവിക്കാൻ സാധ്യത കാണുന്നത്. അതുപോലെ വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി നേട്ടം കൈവരുന്നതുകൊണ്ട് മനസ്സിന് സന്തോഷമുണ്ടാകുമെങ്കിലും ബന്ധുമിത്രാദികളിൽ ചിലരുടെ ചില ഇടപെടൽ മൂലവും അനാവശ്യമായ ചില സംസാര രീതികൾ മൂലമൊക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മസംയമനം പാലിക്കുന്നത് എപ്പോഴും വളരെ നല്ലതായി കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാലപ്പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പരീക്ഷണം നിറഞ്ഞൊരു ദിവസമായിരിക്കും. മാതാപിതാക്കളുമായി കലഹിക്കാനും ഗൃഹം വിട്ടു പോകാനുമൊക്കെ കുട്ടികൾ തയ്യാറെടുക്കുന്ന ഒരു ദിവസമാണ്. ഒട്ടും തന്നെ അനുകൂലമായൊരു തീരുമാനമായിരിക്കുകയില്ലാതെ. അതുകൊണ്ട് വളരെ ആത്മസംയമനത്തോടു കൂടി മുമ്പോട്ട് പോകുക. കമിതാക്കൾക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്ന ദിവസമാണ്. ഇന്ന് ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷകളോ ഒക്കെ ഉള്ളവർക്ക് നല്ല വിജയം കൈവരുന്ന ദിവസമാണ്. ആത്മവിശ്വാസത്തോടു കൂടി പോവുക. എന്നാൽ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ മൂലം മനക്ലേശങ്ങൾ ഉണ്ടാകാനായിട്ടും സാധ്യത കാണുന്നുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ ചില അനുഭവങ്ങൾ വന്നു ചേരാമെങ്കിലും ചില വ്യക്തികളുടെ ഇടപാടുകൾ മൂലം മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദൂഷിത വലയത്തിൽപ്പെടാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരമോ അവരോട് അനുവാദം ചോദിച്ചിട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഗുണപ്രദമായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആശുപത്രി ചിലവൊക്കെ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില പ്രത്യേക സാഹചര്യങ്ങളോട് കൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. ചില കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാകുമെങ്കിലും വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം.
വിമർശനങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് വർദ്ധിക്കുവാനിട കാണുന്നു. അതുപോലെ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ സമൂഹവുമായിട്ടുള്ള ഇടപാടുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ലോകസംബന്ധമായ കാര്യങ്ങളുമായി ഇടപെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നഷ്ടങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും. ഉറ്റമിത്രങ്ങളുമായി ചില തർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ആത്മസംയമനം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചില അപവാദങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊതുരംഗവുമായി പ്രവർത്തിക്കുന്നവർക്ക്, ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസമാണ്. പിന്നെ തുറന്നടിച്ച ചില അഭിപ്രായ പ്രകടനങ്ങൾ ഭാവിയിലേക്ക് ഉള്ള ചില ബുദ്ധിമുട്ടുകൾക്ക് വഴിതെളിച്ചേക്കാം. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. മുതിർന്നവരോടുള്ള ഇടപാടുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. മുതിർന്ന ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ആത്മസംയമനം പാലിക്കുകയും അവർക്ക് ബഹുമാനം കൊടുക്കുകയുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില വീഴ്ചകൾ, ഒടിവുകൾ, മുറിവുകൾ, ചതവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ചില പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുന്നതാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ചില സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അഡ്മിഷന് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഒരു ഫലം ലഭിക്കുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലേറെ അംഗീകാരം ലഭിക്കുകയും അതേപോലെ ശമ്പള കയറ്റത്തിനുള്ള വഴി തെളിയുകയും പ്രൊമോഷനുകൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസപ്രദമായ ചില അനുഭവങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം. എന്നാൽ ആയുധം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, വാഹനം ഓടിക്കുന്നവർക്കൊക്കെ അപകട സാധ്യത കാണുന്നു. പങ്കാളിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായി ചില നേട്ടങ്ങളുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയതായി ഏതെങ്കിലും മേഖലയിലേക്ക് പ്രവേശിക്കുവാനും അവിടെ പ്രതീക്ഷ വയ്ക്കുവാനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സുഹൃത്തുക്കളുമായി ഇടപെട്ട് കൂട്ട് കച്ചവടത്തിനൊക്കെ ഒരുങ്ങുന്നതും സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി അത്തരത്തിലുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. ഭാവിയിൽ അത് ചില വിപത്തുകൾ ഉണ്ടാകാനായിട്ട് വഴിതെളിക്കുന്നതാണ്. പങ്കാളിയുമായി സ്ഥിരമായിട്ടുണ്ടായിരുന്ന ചില കലഹങ്ങൾക്ക് പരിണാമം സിദ്ധിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. അല്ലെങ്കിൽ വേർപാടിന് ശ്രമിക്കുന്നവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ്. കേസ്, വഴക്ക് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല ഒരു ദിവസമായിരിക്കും. അതുപോലെ കാർഷിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ നിറഞ്ഞ ദിവസമായിരിക്കും. അധ്വാന ഭാരം കൊണ്ട് ചില അസുഖങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് മുറിവ്, ചതവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സാരമായ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പങ്കാളിയുമായി ചർച്ച നടത്തി പല നല്ല കാര്യങ്ങളും തീരുമാനിക്കുവാനും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. നല്ല ഒരു ഫാമിലി പ്ലാനിങ്, അതായത് കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് സാമ്പത്തികമായി ചെയ്യാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ബന്ധുമിത്രാദികളുമായി വളരെയധികം സൗഹാർദ്ദത്തോടു കൂടി ഇടപെടാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് സന്തോഷിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്.
ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് പോകുവാനും അല്ലെങ്കിൽ വിദേശീയരുമായി ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും സാമ്പത്തികമായി മെച്ചപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. എന്നാൽ സംസാരത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ചെന്ന് കയറിയിട്ട് അവിടുന്ന് അപമാനിതരാകാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇത്. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കലഹപ്രിയരായ ആളുകൾക്ക് കലഹം ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും ആ കലഹം മൂലം ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകുകയും ചെയ്യും. കേസ് വഴക്ക് കാര്യങ്ങളിലും വസ്തുസംബന്ധമായ ബുദ്ധിമുട്ടുകളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. വസ്തു വിൽക്കാനോ വാങ്ങാനോ ഒക്കെ പ്ലാനിട്ടിരിക്കുന്നവർക്കും അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസമുള്ളത്. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിവർത്തിയാകും എന്നുള്ള പ്രതീക്ഷ കൈവരാനും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണ, വിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് ശേഷം അപ്രതീക്ഷിതമായ ചില ആഘാതങ്ങൾ ഏൽക്കാൻ സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം മൂലം ചില ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു. ഹൃദ്രോഗം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. കൂടാതെ കണ്ണിന് നേത്ര ചികിത്സ തേടുന്നവർക്ക് അത്യാവശ്യമായൊരു ഘട്ടം ആയിരിക്കും ഇന്ന്. നേത്ര ചികിത്സ അനിവാര്യമായി വന്നേക്കാം. കണ്ണിൽ ഏതെങ്കിലും തരത്തിലുള്ള കരടോ പൊടിയോ ഒക്കെ തെറിക്കുവാനോ ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടാകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കറണ്ടുമായി കൈകാര്യം ചെയ്യുന്നവർക്ക്, പ്ലംബിങ്ങുമായി കൈകാര്യം ചെയ്യുന്നവർക്കും ആയുധം കൊണ്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇന്ന് അപകടം വരാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലോടുകൂടി മുൻപോട്ട് പോവുക. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്നറിഞ്ഞ് മനസ്സന്തോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമെന്ന് കരുതുന്ന രീതിയിലുള്ള കച്ചവട സാധ്യതകൾ ഉറപ്പുവരുത്തുവാൻ സാധ്യതയുള്ളൊരു ദിവസവും കൂടിയാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ നാളുകൾക്ക് വളരെ പ്രത്യേകമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായ ചില സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ സഹായികളുടെയൊക്കെ സന്ദേശങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത് മനസ്സിന് ആശ്വാസം പകരുന്ന രീതിയിലുള്ളതായിരിക്കും. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ നല്ല ദിവസമായിരിക്കില്ല. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മോശപ്പെട്ട ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. പ്രൊമോഷനുകൾ, സ്ഥലം മാറ്റം ഇതൊക്കെ നമുക്ക് അനുകൂലമായി ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. അതുപോലെ ഉന്നതന്മാരുമായി ചർച്ചകൾ ഏർപ്പെടാനും ഉന്നത സ്ഥാനത്തെത്താനും ഒക്കെ വഴിതെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായ അനുഭവം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. അനാവശ്യമായ ദേഷ്യം മൂലവും കലഹം പൊട്ടിപ്പുറപ്പെടാനും അത് ഭാവിയിലേക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ, അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ വളരെയധികം സംസ്കാരത്തോടു കൂടി സംസാരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് തിരുത്തപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് നിരാശപ്പെടാനും സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് സ്വന്തമായി ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ ശമനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പുതിയ സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്ന മേഖലയിലേക്ക് കാലൂന്നുവാനും സാധ്യത കാണുന്നു. ചില സുഹൃത്തുക്കളുടെ ഇടപെടൽ മൂലം ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുവാനും ശാരീരിക ക്ലേശങ്ങൾ അതുമൂലം വരുവാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് യുവാക്കൾ വളരെയധികം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കൾ എവിടേക്കെങ്കിലും പെട്ടെന്ന് വിളിച്ചാൽ പോകാതിരിക്കുക. നല്ലോണം ആലോചിച്ചിട്ട് എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടുക. വാഹനം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. വാഹനത്തിന് റിപ്പയർ വരാനും വാഹനങ്ങളിൽ നിന്ന് ചെറിയ അപകടങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട്. ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുവാനും ഗ്രഹോപകരണങ്ങൾ മാറ്റുവാനുമൊക്കെ സാധ്യത കാണുന്നു. അത്യാവശ്യം ചില
നല്ല കാര്യങ്ങൾ നടക്കുമെങ്കിലും മറ്റ് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ മീനക്കൂറുകാർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാന തത്വം. ഈശ്വരനെ മനസ്സ് വളരെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങുക. ഈശ്വരാധീനം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറയുന്നു. നാളെ വീണ്ടും കാണാം.